إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين وإلى حضرة خواجة معين الدين جستي الأجميري قدس الله أسره اللذيذ وابنه فخر الدين باب السلواري قدس الله أسره اللذيذ وابن ابنه أسام الدين سامباري قدس الله أسره اللذيذ وإلى حضرة جدي علي القطب اللاهدل قدس الله أسره اللذيذ وإلى حضرة الأولياء من مشارق الأرض إلى مغاربها الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും ചൊല്ലി തരുന്നത് പോലെ ചൊല്ലുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم ربي يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇവിടെ ദർസ് നടന്നു പോരുന്നുണ്ട്. ആ കൂട്ടത്തിൽ മർക്കസിന്റെ കീഴിലായി വിവിധ ഓഫ് ക്യാമ്പസുകളിലായി 900-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി അതിന്റെ ദൗറയ്ക്ക് വേണ്ടിയാണ് മർക്കസ് ക്യാമ്പസിലുള്ള ഹിഫ്ള് ഇപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മർക്കസിന്റെ 45 വയസ്സിന്റെ ഉള്ളിൽ ധാരാളം സേവനങ്ങൾ ചെയ്തു വരുന്നതിന്റെ ഭാഗമായി ഇതുപോലെ ഓരോ ഗ്രാമങ്ങളിലും കുറഞ്ഞ കുട്ടികൾ അൽഹംദുലില്ലാഹ് അവിടെ കൊടുത്തുകൊണ്ട് ആ മക്കൾ അവിടുന്ന് പഠിച്ച് വളർന്ന് അവസാനം അവർ മനഃപ്പാഠമാക്കിയതിനു ശേഷം വീണ്ടും അത് ആവർത്തിച്ച് ഓതി പഠിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി മർക്കസിലേക്ക് എത്തുകയും അതോടുകൂടെ അവിടുന്ന് പിന്നെ തുടർ പഠനം നടക്കുകയും അങ്ങനെ കുട്ടിയുടെ
എല്ലാ വിഷയങ്ങളും പരിശോധന നടത്തിക്കൊണ്ട് ആ കുട്ടിക്ക് LLB വരെ പഠിക്കാനുള്ള സൗകര്യത്തോടുകൂടെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് തുടക്കം കുറിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വവും അതുപോലെ ധാരാളം സാദാത്യങ്ങളും ആലിമീങ്ങളും ഒക്കെ ഈ സദസ്സിലുണ്ട്. അല്ലാഹു ഉമറാക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അവരൊക്കെ എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് റാഹത്തോടെ മുന്നോട്ട് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഒരു കുട്ടിയെ ഇവിടെ ഹിഫ്ദിന് ചേർത്തുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ വിഷയങ്ങളും അൽഹംദുലില്ലാഹ് A മുതൽ Z വരെ ഈ കുട്ടി എവിടെ എത്തണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും മർക്കസിന്റെ മുമ്പിലുണ്ട്. ഒരു പേടിയും പേടിക്കണം. പക്ഷെ അതിനെന്ത് ചെയ്യണം? നമ്മൾ നന്നായി പഠിക്കണം. നല്ല ഉഷാറായി പഠിച്ചാൽ നല്ല LLB ആയി ഹാഫിദ് LLB. പേരെന്താ? ഫൈസാൻ അൽ ഹാഫിദ് ഫൈസാൻ LLB എന്ന് പേര് വരും. അതിനെന്ത് ചെയ്യണം? ഉഷാറായി അൽഹംദുലില്ലാഹ് നല്ല ഉഷാറായിട്ട് പഠിക്കണം. അതിന് അൽഹംദുലില്ലാഹ് നിങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങൾ നന്നായി ദുആ ചെയ്തു കൊടുക്കുകയും വേണം. അപ്പൊ രണ്ടും കൂടി ഉണ്ടാവുമ്പോൾ നടക്കും. നേരത്തെ ഇവിടെ എല്ലാവരും പ്രഭാഷണം നടത്തി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഖുർആനിന്റെ ഖാദിമീങ്ങളാവുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഖുർആനിന്റെ ഖാദിമീങ്ങളായി മാറുമ്പോ അൽഹംദുലില്ലാഹ് അതിൽ വലിയ ബറക്കത്താണ്. നേരത്തെ നമ്മളെ സഖാഫ് ഫാദിലി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാരും സ്ഥാപനം നടത്തുന്ന ആളുകളാണ്. നല്ല കടമുണ്ടാവും. പക്ഷെ എന്നാലും ടെൻഷനൊന്നും ഒരാരും മുഖത്തില്ല. അതെന്താന്ന് ചോദിച്ചാൽ എത്ര കടമുണ്ടെങ്കിലും സ്ഥാപനത്തിൽ ഇങ്ങനെ ചെല്ലുമ്പോ ഈ മക്കളെങ്ങനെ കാണുമ്പോ അതൊക്കെ മാറും. അങ്ങനെയാണ് അതിന്റെ സംഗതി. അത് അനിസ്തേഷ്യ ചെയ്താൽ മതി. ഇവരാണ് കണ്ടാൽ അങ്ങനെയാണ്. ബഹുവന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾക്ക് ഒരുപാട് കടമുണ്ടാവും സ്ഥാപനത്തിന്. പക്ഷെ എന്നാലും 1390 കുട്ടികൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ അവിടെ സഖാഫിയാകാൻ വേണ്ടി ഓതിക്കൊണ്ടിരിക്കുന്നു. ഈ 1390 മക്കളെ സുബഹിന്റെ ശേഷം ഇങ്ങനെ അങ്ങോട്ട് കാണുമ്പോ എല്ലാം മറന്നുപോകും. അതാണ് ഒരു സത്യം. ഒരു കൃഷിക്കാരനാണെങ്കിൽ അവന് രാവിലെ എണീറ്റുകൊണ്ട് അവന്റെ ആ കൃഷിയിലേക്ക് എത്തുമ്പോ സംഗതി അതുകൊണ്ട് ഒരു ലാഭമില്ലോ എന്നറിയാം. കാരണം നഷ്ടമാണ്. നെല്ലുണ്ടാക്കിയ നഷ്ടം, തക്കാളി ഉണ്ടാക്കിയ നഷ്ടം, കാബേജ് ഉണ്ടാക്കിയ നഷ്ടം, എല്ലാം നഷ്ടമാണ്. പിന്നെ നേന്ത്രപ്പഴം ഉണ്ടാക്കിയാൽ നഷ്ടം, ഒക്കെ നഷ്ടമാണ്. പക്ഷെ എന്നാലും പിറ്റത്തെ കൊല്ലം ഇനി ഞാൻ വിളവെടുക്കുന്നില്ല എന്ന് ആരും കരുതൂല, പിന്നെയും തുടങ്ങും. അതങ്ങനെയാണ് അതിന്റെ സംഗതി. എന്നാൽ അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ രൂപത്തിലാണ് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ശുഗലാകുകയും അതിന്റെ ഖാദിമീങ്ങളായി മാറുകയും ചെയ്യുമ്പോ അത് വലിയ ബറക്കത്തുള്ള കാര്യമാണ്. എത്ര ആളുകളുണ്ട് അങ്ങനെ. ഇപ്പൊ നമ്മൾ ഓരോ നാട്ടിൽ ചെന്നുമ്പോ സ്വന്തം ആജിയമാര് തന്നെ ഓല ചെലവില് മൊത്തം ചെലവ്, അത് പറഞ്ഞാൽ ഭക്ഷണവും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള വസ്ത്രവും കറണ്ട് ബില്ലും ഉസ്താദുമാരുടെ ശമ്പളം എല്ലാം കൊടുക്കുന്ന ആളുകൾ തന്നെ എന്റെ അടുക്ക് ഇഷ്ടം പോലെ ആളുകൾ. ഒരു പൈസമാരൊന്നും വാങ്ങൂല. അവരുടെ സ്വത്തിന്റെ ഒരു വലിയൊരു ഭാഗം അവർ അൽഹംദുലില്ലാഹ് ഖുർആൻ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദീന് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. പഴയ കാലത്ത് മാറിയൊന്നുമില്ല ഇപ്പോൾ. അപ്പൊ ഖുർആനിന്റെ ഒരു ഖാദിമീങ്ങളായി നമ്മൾ മാറുക, അങ്ങനെയാണുള്ളത്. അപ്പൊ അൽഹംദുലില്ലാഹ് ഞാനിങ്ങനെ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ഒരു പള്ളിയിൽ കൂടിയാണ്. ആ പള്ളിയിൽ ചെന്നപ്പോ പൊന്മളയിലാണ് ആ പള്ളി. ആ പള്ളിയിൽ കൂടിയപ്പം വെള്ളിയാഴ്ച ജുമാക്ക് ഒരു പ്രായമുള്ള ഒരാൾ, ഒരു മധ്യവയസ്സുകാരൻ, ഇദ്ദേഹം ഖുർആൻ ഇങ്ങനെ എടുത്തിട്ട് ആളുകൾക്ക് വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഖുർആൻ എടുത്തു കൊടുക്കും. മുപ്പര പണിയതാ, ഖുർആൻ എടുത്തു കൊടുക്കും. ഓടി ഓടി രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓടി ഓടി ഓരോരുത്തർക്കും ഖുർആൻ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഞാൻ അയാൾ ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ വഴിയിൽ കയറിയതാ. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പം ഈ കൊടുത്ത ഖുർആനൊക്കെ തിരിച്ചു വാങ്ങിയിട്ട് അതിന്റെ റാക്കിൽ കൊണ്ടേ വെക്കാൻ വേണ്ടി വീണ്ടും മൂപ്പരോട് ഞാൻ അയാളെങ്ങനെ നോട്ടിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാള്
ഹൈക്ക ചെരുപ്പിന്റെ മുതലാളി ഹൈദരാജി. അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അയാളെ വീട്ടിൽ ഭക്ഷണത്തിനുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ മുസ്ഹഫ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത ഒരാളെ കണ്ടല്ലോ, അത് ആരാണ്, എന്താണ് അയാളെ പരിപാടി? അപ്പൊ അയാളെ പറ്റി പറയാം. പടച്ചോനെ, നിങ്ങൾക്ക് കേൾക്കണ്ട അയാളെ പറ്റി. അയാള് വളരെ ചെറുപ്പത്തിൽ കുടുംബത്തിന്റെ വലിയ ഉത്തരവാദിത്തം കൊണ്ട് വേണ്ടതുപോലെ ഒന്നും ഖുർആൻ ഓതാനും പള്ളിയിൽ പോവാനും മദ്രസയിൽ പോവാനും സ്കൂൾ പോവാനും ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓതുന്ന ഖുർആനിൽ തെറ്റുണ്ട് എന്ന് പേടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരാൾക്ക് മുസ്ഹഫ് എടുത്തു കൊടുത്താൽ അയാൾ ഖുർആൻ ഓതുമ്പോ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ അതിന്റെ ഒരു മിസ്ൽ സവാബ് എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് മൂപ്പര് മുസ്ഹഫ് എടുത്തു. ആ മുസ്ഹഫ് തിരിച്ചു വാങ്ങ. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അയാളും ഞാനൊരു സലാം പറഞ്ഞ ബന്ധമല്ല. പിന്നെ ഞാൻ എന്തിപ്പതുമായിരുന്നു, എത്രയോ സ്ഥലത്തുനിന്ന് ഞാൻ അയാളെ പറ്റി പറഞ്ഞു. 1-2 സ്ഥലത്തൊന്നല്ല, ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ അയാളെ പറ്റി പറയാറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് പരിപാടികളിലൊക്കെ പോകുമ്പോ അവിടെയൊക്കെ പറയും. ഇപ്പൊ ഞാൻ മിഞ്ഞാന്ന് ഹുസൈൻ ഐബാരി ഉസ്താദ് ഒരുപാട് വള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കാൻ മൂപ്പരുടെ ഒരു മുസാബക്ക 15 വർഷമായിട്ട് ഖുർആൻ ഏറ്റവും കൂടുതൽ നന്നായി ഓതുകയും കാണാതെ പഠിച്ച മട്ടത്തിന് ഓതുന്ന ആളുകൾക്ക് നല്ല സമ്മാനം കൊടുത്തിട്ട് 15 വർഷമായി മൂപ്പർ നടത്തുന്നവരാണ്. ഇങ്ങനെ ഓരോ മനുഷ്യന്മാരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് ഇനി ഒരു സ്ഥാപനം തുടങ്ങാനും ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും എല്ലാവർക്കും കഴിയൂല. എന്നാ നമ്മൾ അൽഹംദുലില്ലാഹ് കൂടി കൊടുക്കുക. ഇപ്പൊ ഈ ഒരു സദസ്സിൽ നിന്ന് ആമീൻ പറഞ്ഞത് പൊന്മള മക്ബറയിൽ കിടക്കുന്ന ആ ഒരു സഹോദരന്റെ ഖബറിലേക്കാണ് ഇപ്പൊ ആമീൻ ഇവിടുന്നാണ് പോണത്. അയാളെ മക്കളത് അറിയൂല, അയാളെ ഭാര്യത അറിയൂല. എന്തേ കാരണം? ഒരു ചെറിയൊരു അമല് മൂപ്പര് ചെയ്തതാണ്. ഉഹദിൽ ചെന്നപ്പോ നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ട സാധനമുണ്ട്. ഉഹദില് ഒരു പ്രായമുള്ള ഒരു അറബി ഗഹവ ഒരു 4-5 പ്ലാസ്റ്റും കൊണ്ട് ഉഹദില് സിയാറത്തിന് വരുന്ന ആളുകൾക്ക് ഗഹവ കൊടുക്കുക. പണിയാണ്, പൈസക്കല്ല, വെറുതെ ആളുകൾക്ക് അത് കൊടുക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ 100 ചില്ലാനം വയസ്സായി അദ്ദേഹം ജീവിച്ച് മരണപ്പെട്ടപ്പോൾ അയാളെ ഈ ഒരു കർമ്മത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിന് വേണ്ടി എത്രയാണ് ദുആ കിട്ടിയത്. ഞാൻ തന്നെ എത്ര സദസ്സിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചായ കൊടുത്തു. എന്നാൽ ഇത് കണ്ടപ്പോ, ഈ ദുആ കണ്ടപ്പോ മക്കള് മനസ്സിലാക്കി, പടച്ചോനെ ബാപ്പ ചെയ്താണ് ഇത്രയും വലിയ സംഭവമാണ്. കുയ്മന്തി കൊടുത്തതല്ല, ബാബ കൊടുത്ത. മക്കളും തുടങ്ങി ഈ പണി, കണ്ടങ്ങൾ. അപ്പൊ എത്ര റാഹത്തിന് ഇങ്ങനെ ചെയ്യണം. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ടിഷ്യൂ പേപ്പർ കൊടുക്കുന്ന അറബികളുണ്ട്. തവാഫ് ഇങ്ങനെ ചെയ്യും, ഒരു ടിഷ്യൂ പേപ്പർ. കാരണം എന്താ, ആ ടിഷ്യൂ പേപ്പർ ഇവർക്ക് തവാഫ് ചെയ്യാനൊന്നും ആഫിയത്തില്ല. അപ്പൊ ഓലടങ്ങ കുത്തിരിക്കുക. തവാഫ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്ത് കഫം വരുമ്പോ തുപ്പാനോ ഇല്ലെങ്കിൽ മുഖം തുടക്കാനോ ഇല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കൊടുത്ത് ആ ഒരു തവാഫിന്റെ ഒരു ചെറിയ ഒരു ശതമാനം കൂലി വാങ്ങാൻ വേണ്ടി നോക്കുന്ന അറബികൾ എത്രയുണ്ട്. ഞാൻ നിങ്ങൾ എന്താ ചെയ്ത് പിത്തനെയും പ്രസാദുമല്ല, നമ്മൾ എന്ത് ചെയ്ത്? ഞമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടാവും, ഒരുപാട് ഫസാദ് ഉണ്ടാക്കിയുണ്ടാവും, ആ മൂലയിലെ കുറ്റം പറഞ്ഞുണ്ടാവും, ഈ തങ്ങളെ കുറ്റം പറഞ്ഞുണ്ടാവും, ആ നാടനെ കുറ്റം പറഞ്ഞുണ്ടാവും. ഇങ്ങനെ ഫസാദ് പറയും. ഈ ഓരോ ആളുകൾ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഓരോ സംഗതി ചെയ്യുന്ന ആളുകളാ. മൂപ്പര് ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനും മൂപ്പരും ഫസ്റ്റ് കണ്ടുപിട്ടി ഓർമ്മ ഉണ്ടോ? അല്ലല്ല, മൂപ്പർക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ നിങ്ങള് അപ്പുറം ഉണ്ടോ? നിങ്ങളെ അടുത്ത പാർട്ടിയാണ്ട് അന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞ മിഞ്ഞാതെ പോയി ക്ലാസ് എടുത്ത്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. തങ്ങളുണ്ട്, തങ്ങളോടൊപ്പം ചോദിച്ചാൽ താമ്പത്തിനും വാദിൽ ഉസ്താദ് ഉണ്ട്, ഈ തങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്. ആ ഒരു പാടത്തിന്റെ സൈഡിൽ മൂപ്പരും ഉണ്ട്, ഒരു കെട്ടിടൊക്കെ ഏറ്റ്. മൂപ്പരോ ഇവിടെ ഇവിടുത്തെ.
അപ്പൊ അങ്ങനെ അൽഹംദുലില്ലാ അവിടെ ഉത്തരക്കുന്ന ആളെ ഇറച്ചിമ്പുളി ഉണ്ടാക്കുന്ന ആള് അവിടെ ഉത്തരം ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അൽഹംദുലില്ലാ ഓൽക്കൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠനം. അപ്പൊ ഈ 15 ഖുർആൻ പഠിക്കുന്ന മക്കളെ നമ്മളെല്ലാരും കൂടി ഏറ്റെടുത്താൽ അൽഹംദുലില്ലാ റാഹത്താണ്. ഒരു കുട്ടിനെ ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കുക. അതിന് 25,000 റുപ്യ ഒരു വർഷത്തിന് വേണ്ട. നമ്മളെ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ മാസം 20,000 ചെലവാക്കുന്നുണ്ടാവും. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു മോനെ ഒരു വർഷത്തേക്ക് ഏറ്റെടുത്ത് മാസം 2,000 റുപ്യ ഇങ്ങനെ കൊടുക്കുക. 2,000 റുപ്യ അൽഫൈൻ. അങ്ങനെ അൽഹംദുലില്ലാ 12 മാസം കൊണ്ട് 24,000 റുപ്യക്ക് അൽഹംദുലില്ലാ പൂർത്തിയാക്കി. എങ്ങളെ ചെലവിലാണ് ഒരു കുട്ടി ഖുർആൻ പഠിക്കുന്നത്. ചിലപ്പോ ആ കുട്ടി 6 മാസം കൊണ്ട് ഹിഫ്ളാക്കും, ചിലപ്പോ 3 മാസം കൊണ്ട് ഹിഫ്ളാക്കും, ചിലപ്പോ 3 കൊല്ലം കൊണ്ട് ഹിഫ്ളാക്കും. ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ കുട്ടി പഠിച്ച് വളർന്ന് ഖുർആനിന്റെ അൽഹംദുലില്ലാ ഒരു മാധുര്യം നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ കബർക്ക് എടുക്കുമ്പോ ഇവരിങ്ങനെ വലിയ പള്ളിയിലൊക്കെ ഇങ്ങനെ ഇമാം ഇങ്ങനെ ഓതുമ്പോ സ്വന്തമായി ഖുർആൻ ഓതുമ്പോ അതിനാണ് ഈ ദൗറ എന്ന് പറഞ്ഞ സാധനം. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് അത്രയും ഫളുള്ള ആളുകളാണ്. പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം, ഞാനെങ്ങാനും ഖുർആൻ പഠിച്ചു മറന്നാൽ ഏറ്റവും വലിയ മോശപ്പെട്ട ആള് ഞാനാണ്. ഏറ്റവും മോശപ്പെട്ട ഞാനാണ്. ഖുർആൻ പഠിക്കണമെങ്കിൽ ഇൽമു പഠിക്കണമെങ്കിൽ ഇൽമു അള്ളാഹുവിന്റെ നൂറാണ്. ആ 100 ദോഷികളാകുന്ന ആളുകൾക്ക് കിട്ടൂല. അപ്പൊ നല്ല കുട്ടികളാണ്, അച്ചടക്കമുള്ള കുട്ടികളാണ്, നല്ല മട്ടത്തിൽ. ഇന്ന് നല്ല ഉഷാറിലങ്ങളുള്ള നല്ല തുണിങ്ങുപ്പായൊക്കെ ഉണ്ട്, നല്ല തൊപ്പിയൊക്കെ ഉണ്ട്. ഇതേ മുകളിൽ എപ്പോഴും കാണണം ഖുർആന്റെ സ്വഭാവം നമുക്ക് വേണം, ഖുർആന്റെ ഡ്രസ്സ് നമുക്ക് വേണം. എല്ലാം നമ്മൾ ഖുർആനായി മാറണം. നല്ല ചൊറുക്കുള്ള മക്കളാണ്. അല്ലാഹു തആല നല്ല നിലക്ക് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ ഒരു കുട്ടിയെ ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തേക്ക് അൽഹംദുലില്ലാ ഒരു 2,000 റുപ്യ മാസം കൊടുത്ത് ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ വാപ്പന്റെ മേലും ഉമ്മന്റെ മേലും ഒക്കെ കരുതിയിട്ട് നമ്മൾ സ്വന്തമായോ ഇല്ലെങ്കിൽ ആരെടുത്തുന്നോ ഇൻഷാ അല്ലാഹ് ഞാന് ഒരു കുട്ടിയുടെ തക്കാഫുല് ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കട്ടെ എന്ന് കരുതി ആരെങ്കിലും ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിനെ ഏറ്റെടുക്കാൻ പറ്റിയ ആള് ഒരു വർഷത്തേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ വലിയ സന്തോഷം. അല്ലാഹു തആല ഏറ്റെടുക്കുന്ന ആൾക്ക് അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, ഐശ്വര്യം അല്ലാഹു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. മർക്കസ് എന്ന വലിയ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട് 48 വയസ്സ് പൂർത്തിയാകുമ്പോ ആ മർക്കസിന്റെ കീഴിൽ 38 വർഷത്തോളമായി പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കൾ 2,800ഓളം വരുന്ന മക്കൾ ഖുർആൻ പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദഅവത്ത് നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ അവിടുത്തെ ഖിദ്മയിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ ഒരു കുട്ടിനെ അല്ലാഹു കബൂലാക്കട്ടെ. ദുക്തൂർ മുസ്തഫ സാഹിബിന് ഒരു കുട്ടിയൊന്നും ഒരു വിഷയമല്ല. മൂപ്പരുമാണെങ്കിൽ 15 ഏറ്റെടുക്കും. അതിനൊക്കെ കഴിയുന്ന ആളാണ്. ഇപ്പൊ പല പരിപാടിയും ചെയ്യുന്നത്. അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ. വാപ്പിയുമ്മി മരിച്ചുപോയി, മോനും മരിച്ചുപോയി. അല്ലാഹു തആല ആ 3 പേരുടെയും ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് അല്ലാഹു എത്തിക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഖിദ്മയിലും അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. അല്ലാഹുവേ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാ 2 അബൂബക്കർ മാഷാ അല്ലാഹ് എവിടെ റാസൽ ഖൈമിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നു. അൽഹംദുലില്ലാ റാസൽ ഖൈമ ഓലത്തേക്ക് പിന്നെ മെല്ലാതെ എത്തിപ്പോളില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓലി ഇങ്ങനെ കുത്തിരിക്ക. അതെ വന്നിങ്ങനെ എന്നാലും അല്ലേ. അൽഹംദുലില്ലാ വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? വാപ്പല്ല. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മർക്കസിന്റെ ഒക്കെ വലിയ പ്രവർത്തകന്മാരാണ്, ICFന്റെ നേതൃത്വമാണ്. അൽഹംദുലില്ലാ മർക്കസ് എന്ന് പറഞ്ഞാൽ അത് ഉമ്മുൽ മദാരിസ്, എല്ലാ സ്ഥാപനങ്ങളും ഉമ്മ എന്ന ആളുകൾ വിളിക്കാൻ കാരണം അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ അവിടുത്തെ ഖിലാസ്. അപ്പൊ നോക്കിയാൽ 91 വയസ്സായിട്ടും മൂപ്പര് കിടന്നുറങ്ങല്ലേ, ഇപ്പോഴും പണിയെടുക്കാൻ. ഇപ്പൊ സർവകലാശാലക്കുള്ള പണിയില്ല, പേരെ കുട്ടികളൊപ്പം കഴിച്ചു കൂത്തറൂടെ.
പക്ഷേ നമ്മള് അടങ്ങിയിരിക്കാൻ പാടില്ല. ആയുസ് വർദ്ധിക്കാൻ ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഒന്ന്, ദീനിന് വേണ്ടി പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യ പ്രവർത്തനം ചെയ്യുക, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. പടച്ചവനായ റബ്ബേ, അപ്പൊ നമ്മൾ എത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എത്ര ആളുകളാണ്. ഇപ്പൊ ഒരാള് മിഞ്ഞാന്ന് ഞാൻ ഒരു പരിപാടിക്ക് പോയി, അവിടെ ഒരു തങ്ങൾ, ആ തങ്ങള് പറയാണ് ഏപ്പിസ്ഥാനെ പറ്റി പറയാം, എനിക്ക് ഇന്നെ പറ്റി അറിയണമെങ്കിൽ തങ്ങൾ ഏപ്പിസ്ഥാന്ന് ചോദിച്ചാൽ മതി. എല്ലാവർക്കും അങ്ങനെ തന്നെ പറയാളെ, എല്ലാവർക്കും പറയാളെ ഞാൻ എന്റെ സ്വന്തം ആളാണ് ഏപ്പിസ്ഥാൻ, അങ്ങനെ എല്ലാവർക്കും പറയണം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, എനിക്ക് മഹർ വാങ്ങി തന്നത് ഉസ്താദാണ്, എനിക്ക് പുതിയാപ്പിള ഇറങ്ങാനുള്ള ഡ്രസ്സ് വാങ്ങി തന്നത് ഉസ്താദാണ്. ഇത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ബോധ്യപ്പെട്ടത് കോവിഡ് സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ഥലം എടുത്തിട്ട് വാവോന്ന് എന്നോട് പറഞ്ഞു ഉസ്താദ്, അതുകൊണ്ട് ഒരു പൈസ കൊടുക്കാനായി വരികയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓനോട് നമ്മൾ നിൽക്ക് പരിഹരിക്കാനോ പിന്നെ 10ന്റെ ഞാൻ പറയണം, വാർക്കാൻ നേരത്ത് വരേണ്ടി ഉസ്താദ് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോ ഉച്ചയാവോളം നമ്മള് കുത്തിർന്ന് നോക്കുമ്പോ നമ്മളവിടെ നീച്ചു പോകലാണ് കയറും തോന്നുന്നത്. കാരണം ഓരോ ആളുകൾ ഇതൊക്കെ ഉസ്താദ് ചെയ്യണ പണിയാണ്. ഒരാള് 1,00,000 റുപ്യ കൊണ്ടേ കൊടുത്താൽ 10 മിനിറ്റ് കൊണ്ട് അതെന്ത് ചെയ്യും, അത് നിർത്തിവാക്കും. എല്ലാവർക്കും പറയണ്ടാവും. ഒരാളൊരു സ്ഥാപനം തുടങ്ങുകയാണെന്ന് പറഞ്ഞു ചെന്നാല്, ഇജ്ജ് എന്തിനാ സ്ഥാപനം തുടങ്ങണേ എന്ന് പറഞ്ഞു ഓനെ നിരുത്സാഹപ്പെടുത്തൂല. കൊടുക്കും പൈസ 2000 എടുത്തു ആണ് പിരിച്ചാൻ തുടങ്ങിക്കൂടാ. ഇങ്ങനെ ഈ പണിക്ക് കൊടുത്ത എല്ലാത്തിനും ചോദിക്കണ്ടാവും, എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടാവും. ഒരാളൊരു വണ്ടി എടുത്താണ് നോക്കാണ് നിങ്ങള്. അപ്പൊ ഏതാ വണ്ടി എടുത്ത്? ഇന്നോവ. നിനക്കെന്ത് ഫോർച്യൂണർ എടുത്തൂടെ? കുയിന്തുള്ളവരാണെ ചോദിക്കും, ഇതിപ്പോ എങ്ങനെ ഇന്നോവ എടുത്ത്? എനിക്ക് അൾട്ടോ എടുത്താ പറയുന്നത്. അത് കുയിന്ത് എന്നാണ് പറയാ മലപ്പുറത്ത്. നിങ്ങളെ തൃശ്ശൂർ ഞങ്ങളെങ്ങനെ പറയാ? അങ്ങനല്ലേ? കുയിന്തനാണ്. നിങ്ങൾ കുറച്ച് ഉഷാർ, നിങ്ങള് പിന്നെ കുറച്ച് ഉഷാറാക്കി പറയണ്ടേ. ഞാൻ ഈ പച്ചമലയാളം പറഞ്ഞ ഇതുള്ള ആളുകളാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ വളർച്ചയും ഒരു മനുഷ്യന്റെ ഉയർച്ചയും ഒക്കെ അൽഹംദുലില്ലാഹ് ഖൽബാണ്. അത് റെഡിയാണ്. അൽഹംദുലില്ലാഹ് ഒക്കെ നടക്കും. പ്രിയപ്പെട്ട അൽഹംദുലില്ലാഹ് ഭാര്യയും ഉമ്മയും ഒക്കെ ഹജ്ജ് കഴിഞ്ഞു വന്ന ഒരു ഹാജിന്റെ 40 ദിവസത്തെ ദുആക്ക് ഇജാബത്തുണ്ട്. അങ്ങനത്തെ ഒരാള് അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ട്. അബൂബക്കർ ഹാജി, അവിടുത്തെ ഉമ്മയും അവിടുത്തെ ഭാര്യയും, അല്ലാഹു തആല 3 പേരുടെയും ഹജ്ജ് അല്ലാഹു തആല കബൂലാക്കട്ടെ. മരിച്ചുപോയ ഉപ്പയുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ലു സവാബ് നീ എത്തിക്കണം റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്തെ അൽഹംദുലില്ലാഹ് തകാഫുൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുറഹ്മാൻ ഹാജി മാഞ്ചാടി. അല്ലാഹ്, ആ പേരിന് രണ്ട് തക്കാഫുലുമാണ്. അതെ അൽഹംദുലില്ലാഹ്. ഓൽക്കൊന്നും വിഷയമല്ല, ഓൽ അവിടെ ഉണ്ടാവും തക്കാഫുൽ, അതുകൊണ്ട് അങ്ങനെ വാങ്ങിയാൽ മതി. അല്ലാഹു കബൂലാക്കട്ടെ. അബ്ദുറഹ്മാൻ ഹാജിന് വാക്കിയൊക്കെ ഉണ്ടോ? ഉമ്മയില്ല, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഉപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ദാരിദ്ര്യത്തിൽ നിന്ന് രണ്ടാളൂല, 2 പേർക്കും മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാവാനുള്ള 18 കാരണങ്ങളുണ്ട്. ആ 18 കാരണങ്ങളിൽ ഒന്നാണ് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവർ, അവർക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവും. മരിക്കാത്ത വാപ്പിയുമ്മയാണെങ്കിൽ അവർ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, അവർക്കുണ്ടാവും. അപ്പൊ നമ്മൾ ഐശ്വര്യം വർദ്ധിക്കാൻ ബാപ്പനെയും ഉമ്മനെയും നമ്മൾ എപ്പോഴും മറക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും നമ്മൾ സ്നേഹിക്കേണ്ട അവരെയാണ്. ഓൽക്ക് എന്നും ദ്വാരക്കണം, നമ്മൾ ദ്വാരപ്പിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. ജ്യേഷ്ഠ സഹോദരനും വാപ്പയും ഉമ്മയും ജ്യേഷ്ഠ സഹോദരനും മരിച്ച അല്ലാഹു 3 പേർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനേ. നാലാമത്തെ അൽഹംദുലില്ലാഹ് ഒരു തകാഫുൽ. ഇംദാദ് തൂവൂരിവിടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഇംദാദിന് പ്രീമിയൊക്കെ ഉണ്ടോ? ഉണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. ഇംദാദുവിന്റെ കച്ചവടത്തിലും ജോലിയിലും ഭാര്യയിലും മക്കളിലും കുടുംബത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചെലവിലേക്ക് കഴിയുന്ന ഒരു സഹായം ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, നിന്റെ സഹായം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5 മൻസൂർ കടങ്ങോട്. ഇൻഷാ അല്ലാഹ് ഒരു തകാഫുൽ വാപ്പിയുണ്ടോ?
ഇല്ല, രണ്ടുപേരുമില്ല. അള്ളാഹു രണ്ടുപേർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അദ്ദേഹത്തിലും ഭാര്യയിലും മക്കളിലും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആറാമത്തെ ഒരു തക്കാഫുൽ. തക്കാഫുൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിനെ, നിങ്ങളെ ഒരു കുട്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് 3 മക്കളെ തന്നെ, ഒരു കുട്ടിയും കൂടി, 4ാമത്തെ ഒരു കുട്ടി. അങ്ങനെ ഒരു പ്രസവത്തിൽ 2 കുട്ടികളുണ്ടെങ്കിൽ 1 മതി എന്ന് പറയുമ്പോൾ 2 നോക്കില്ല. അപ്പൊ ഇന്നലെ വന്നപ്പോ നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് ഒരു കുട്ടിനെ പഠിച്ചോ. അൽഹംദുലില്ലാഹ്. 6ാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കുട്ടിനെ എടുക്കാൻ വേണ്ടി. 6ാമത്തെ തക്കാഫുൽ നമ്മൾ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളാണ്. ആ മക്കളുടെ ഒരു വർഷത്തെ ചെലവിലേക്കാണ് ഞാൻ ഒരു 25 രൂപ ചോദിച്ച് മാസം 2000 രൂപ അത് മരിച്ചുപോയ വാപ്പന്റെ ഉമ്മന്റെ പേര് നിങ്ങളെ നമ്പറൊക്കെ അയച്ചു തന്നാൽ ഇവിടെ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികൾ ബന്ധപ്പെട്ടോളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളെ ജീറാൻ മരക്കാർ സാഹിബ് അള്ളാഹു ഉപ്പക്കും ഉമ്മക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എപ്പോഴും നമ്മൾ വിളിച്ചാൽ ചുടുവെള്ളം തരാനുള്ള ആളുകൾ അയൽവക്കക്കാര്, അതുപോലെ മുസ്ലിമീങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ അയൽവാസികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, സൗഹാർദ്ദം. അവരൊക്കെ വലിയ സഹകരണമാണ്, നമ്മളെ കുട്ടികളാണല്ലോ. അപ്പൊ ആ കുട്ടികളോട് സഹകരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. 6 ജോസേട്ടൻ അവിടെ ഉണ്ട്. ജോസേട്ടന്റെ വക ഒരു തക്കാഫുൽ വാങ്ങണം. അതെ. അപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ ചെല്ലുമ്പോ അവിടുത്തെ മൈക്ക് ഓപ്പറേറ്ററിന് എപ്പോഴും പൈസ പിരിവ് ചോദിച്ചാൽ അപ്പൊ 500 രൂപ കൊടുക്കും. ആദ്യം മൂപ്പര പൈസ തരാം. മൂപ്പർക്ക് അറിയാം അത് കൊടുക്കണം. അങ്ങനെ എപ്പോഴും തരും. അപ്പൊ ജോസഫ് ഏട്ടന്റെ അടുത്ത് ഒരു തക്കാഫുൽ, ഓൽക്ക് പേദം തക്കാഫുൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു തക്കാഫുൽ ഒരു കുട്ടിനെ ചെലവ്. 7ാമത്തെ ഒരു തക്കാഫുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 7ാമത്തെ ഒരു കുട്ടിനെ ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. നല്ല സന്തോഷത്തോടെ ഏറ്റെടുത്താൽ മതി. ഇനി സ്വന്തം കഴിയൂലെങ്കിൽ ഒരു കുട്ടിനെ ഇൻഷാ 2000 രൂപ ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടാക്കി തരും. അത് നല്ലൊരു കാര്യമാണ്. ബിസ്മില്ലാ. 7ാമത്തെ ഒരാള് ആരുല്ലേ? അൽഹംദുലില്ലാഹ്. തങ്ങളല്ലേ? അല്ല. അല്ലാഹു കബൂലാക്കട്ടെ. ബാപ്പിയമ്മയെ കണ്ട മോനെ ഇല്ല. 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. 260 മദ്രസകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. അസ്ഹാബുൽ ബദറിന്റെ ഹുദൂർ നീ നൽകണം റഹ്മാനെ. ഖാജ തങ്ങളുടെ നോട്ടം നൽകണം അല്ലാഹ്. അവസാനത്തെ ശ്വാസം വരെ നിന്റെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ സദസ്സിൽ ധാരാളം സാദാത്യങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളവിടെ കുട്ടിനെ പഠിക്കുന്ന കുട്ടിന്റെ പേരെന്തേനും? മുഹമ്മദ് യാസീൻ, അബു യാസീൻ. അങ്ങനെ അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. നല്ല ആലിമായി ഹാഫിളായി അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന മക്കളെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും മക്കളെയും പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്. 8 അബ്ദുർ റഷീദ്. ഇവിടെത്തിയോ? ഇവിടെ ബെറ്റില അടക്കം നോക്കാനുള്ള പരിപാടിയിലാണ്. അതെ മോനെ നല്ല ഫ്രൂട്ട്സിന്റെ പണിയാണ്. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോയി, നല്ല ദോശയൊക്കെ ചുട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഒരുപാട് സ്ഥലം ഭക്ഷണം കഴിക്കണ വീടാ. സ്വർഗീയ ഭക്ഷണം കഴിക്കാൻ അല്ലാഹു അവർക്കും നമുക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വാപ്പക്കും ഉമ്മക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവന്റെ കച്ചവടത്തിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. 8 9ാമത്തെ തക്കാഫുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ്. സേലം മാങ്ങക്കുണ്ടാവും അപ്പൊ മൂപ്പരത്ത് അല്ലേ? ഇനിയിപ്പോ മാങ്ങ കയ്യാ നേരത്തെ വന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. വാക്കിമേക്കട്ടെ മൂപ്പരെ. ഉറപ്പാ? വെറുതെ പറയല്ലോ. അതെ. ചെലവിലെന്തായാലും എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റിട്ടേ ആണ് പറയോ. അപ്പൊ ഹയാത്തിലുള്ളവർക്ക്, അവരുടെ കുടുംബത്തിൽ നിന്ന് ഹയാത്തിലുള്ളവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു മുമ്പരുടെ എല്ലാ രോഗത്തിനും അല്ലാഹു ശിഫ നൽകട്ടെ. 9
10ാമത്തെ തക്കാഫുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് ആ 10ാമത്തെ തക്കാഫുൽ പൂർത്തിയാക്കുന്നത്? എന്ത് വിഷയം മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്നു ആ വിഷയം നീ ഫതഹ് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 10ാമത്തെ തക്കാഫുൽ ബിസ്മില്ലാ. ആരാ അൽഹംദുലില്ലാ ഉണ്ടോ? ആരെങ്കിലും ഒരാൾ? ഓൺലൈൻ ആരും ഇല്ലടാ? പുതിയ ഓൺലൈൻ ഉണ്ട്. ഇതിന്റെ പേരെന്താ? ജുനൈദ്. അല്ല അതെനിക്കറിയാം. സി മീഡിയ ഒക്കെ നല്ലൊരു പേരിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ നാളെ ഒരു കേസ് മദ്യം പറഞ്ഞു. ആനക്കച്ചറ. അപ്പൊ ആനന്റെ കച്ചറയായപ്പോ 3 ആനുണ്ട്. ബാപ്പി മക്കളും തമ്മിൽ പ്രശ്നം. ആനക്കൂര്. അപ്പൊ ഒന്നിന്റെ പേര് സാവിത്രി, ഒന്നിന്റെ പേര് മോട്ടി, ഒന്നിന്റെ പേര് ഗോപാലൻ. ഇതാണ് നമ്മളെ ആനന്റെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബദരീങ്ങൾ പേരിട്ടൂടെ? അപ്പൊ അത് പറ്റൂല, ഇത് രജിസ്റ്റർ ചെയ്താണ് നമ്മളെ വണ്ടിന്റെ വണ്ടി. അതുകൊണ്ട് ഈ കാട്ടിലൊക്കെ മരം വലിക്കണ ആനകളാണ്. ഓൽക്കൊരു ചിപ്പുണ്ട്. ആ ചിപ്പ് നോക്കിയിട്ട് ഞാൻ എന്താണ് കാട്ടിൽ ചെയ്യണമെന്നുള്ളത് ഫോറസ്റ്റുകാർക്ക് വിവരം കിട്ടും. അതുകൊണ്ട് ഈ പേരുമ്മലാണ് ആ സംഘടനയുടെ പേര് മാറ്റാൻ പറ്റും. അപ്പൊ കേൾട്ടനാണെങ്കിൽ അങ്ങനെ നിൽക്കണം. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്ങനെയൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. ആരാണ് 10ാമത്തെ തക്കാഫുൽ തരാൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ്. ആരുല്ലേ അവിടെ? ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാ. ഒരാൾ പറയാം 10ാമത്തെ. എന്തൊക്കെയും പറഞ്ഞാൽ മതി. നിങ്ങളെന്നെ തക്കാഫുലിന്റെ ആളുകളാണെങ്കിൽ പിന്നെ പറയാനും കഴിയൂല അല്ലേ? കാസിമിന് സാധുക്കെ ഇവിടെ എങ്ങനെ കൊണ്ടുപോകണം? ഇപ്പൊ കണ്ടാല് കടന്നില്ലാത്ത നിർത്താണ്. അടണ്ടോ? അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. എന്നാ പകുതി വരി 12,500 ആയിരച്ച മാസം കൊടുത്താൽ മതി. 2 ആള് കൂടുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിയാവും. അപ്പൊ എന്നാ ഞങ്ങള് അങ്ങനെ പറഞ്ഞു. പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞ 2 പ്രസിഡന്റുമാർ ഇവിടെ കുത്തിരിക്കാണ്. അപ്പൊ അൽഹംദുലില്ലാ ആ 10 ഒരാൾ പൂർത്തീകരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനിപ്പോ പറ്റൂല, ആരും ഇല്ല ഇപ്പൊ ഇവിടെ. ബിസ്മില്ലാ. അല്ലാഹ്. ആരുല്ലേ? നിങ്ങൾ തന്നെ ഏൽക്കണ്ട പോലെ ഉണ്ടാവും. ആരാ 10ാമത്തെ ഒരു കുട്ടീനെ പറഞ്ഞത് പൂർത്തിയാക്കി? ബിസ്മില്ലാ. അല്ലാഹു അസ്ഹാബിൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആ ഏറ്റെടുക്കുന്നവർക്ക് അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. എന്ത് വിഷയം മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്നവർ അവരുടെ ആ വിഷയത്തിൽ അല്ലാഹു പൂർത്തീകരണം കൊടുക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നമ്മൾ 1ാമത് തുടങ്ങിയാണ്. ഞാന് മൂപ്പര് 3 കരുതിയതാ. ഇനിയും കൂടുകയാണെങ്കിൽ മൂപ്പരെന്നെ ഞാൻ കരുതിയണേ. അൽഹംദുലില്ലാ. അല്ലാഹു എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ രണ്ടാളും ബദറുസ്താദ് തങ്ങൾ സ്ഥാനത്ത് ഒപ്പം മൂപ്പരെ കുട്ടിക്കും വേണ്ടിയൊക്കെ ദ്വാരിപ്പിക്കാൻ വന്നു. അങ്ങനെ ദ്വാരുന്ന അൽഹംദുലില്ലാ. രാത്രി വന്നു. അങ്ങനെ 2 ആളും കുറച്ച് പ്രസംഗിച്ചൊക്കെ ചെയ്ത് മുത്തവ്വല് അതിനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാ. അൽഹംദുലില്ലാ. അല്ലാഹു ഇനിയും ഒരുപാട് തൗഫീഖുകൾ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ആയുസ് അല്ലാഹു തആല അവർക്കും ഞമ്മക്കൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ 10 2 തകാഫുലാണ്. അൽഹംദുലില്ലാ. ഇനി 11ാമത് ആരാ? ഇന്നല്ലാഹ ഔതറു ഇന്നല്ലാഹ യുഹിബ്ബുൽ വിത്ര. അല്ലാഹു ഒറ്റയാണ്, ഒറ്റയെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഒരാളാണ് പറഞ്ഞാൽ അത് റാഹത്താ. അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരുല്ലേ? അൽഹംദുലില്ലാ. 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 ഈ ഖബൂലാക്ക് റഹ്മാനേ, ഈ ഖബൂലാക്ക് റഹ്മാനേ. അല്ലാഹുവേ, ഈ മക്കൾ നല്ല ഒരു സ്ഥാനത്തെത്തി. പടച്ചവനെ, ഈ ഏറ്റെടുത്ത 10 ആളുകളെ അതിൽ അൽഹംദുലില്ലാ 2 മക്കളെ ഒരാള്, ഇൻഷാ അല്ലാഹ് 5 മക്കളെ അൽഹംദുലില്ലാ ഒരാളും. അല്ലാഹുവേ, അവരെ ഖൽബ് നീ കാണുന്നുണ്ട്. പടച്ചവനെ, നീ ഖൈർ കൊടുക്കണം റഹ്മാനേ. വാപ്പ മരണപ്പെട്ട ആണ്ടാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഏസി വെച്ചില്ലേ? ഏസി എന്നോ ഇവിടെ വെക്കണം. ഉമ്മന്റെ വക. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇപ്പൊ കൂലി കിട്ടുന്നില്ല. അൽഹംദുലില്ലാ. ഇപ്പൊ
ഇതൊന്നും ഇപ്പൊ എന്നോട് പിരിക്കാനൊന്നും ആര് പ്രസിഡന്റ് തങ്ങപ്പാപ്പ എന്നോട് പറഞ്ഞിട്ടില്ല. കൊച്ചില്ല സെക്രട്ടറി കാസിമോല് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നി ഒരു കുട്ടിനോട് കാമാൻ വേണ്ടി ചില ആളുകൾക്ക് ഉണ്ടാവും വിളിച്ചിന് മുമ്പന്നെ പിരിവാ പറയും. പരിപാടി ഏറ്റിട്ടുണ്ടാവില്ല, അതിന്റെ മുമ്പന്നെ പിരിവാ. അങ്ങനത്തെ പോലത്തൊന്നും വിജയിക്കൂല. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനം, നിർബന്ധമുള്ള സാധനമാണ്. പക്ഷെ ലക്ഷ്യം നമ്മൾ അൽഹംദുലില്ലാ നമ്മളെ മക്കളെ. അപ്പൊ ഈ സംഗതി നടത്താനുള്ള പടച്ചോനച്ച് തരണം. അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോ റബ്ബ് അൽഹംദുലില്ലാ അത് മുത്തുമുഅ്മിനീൻ കൂടെ കൽബിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്, വേറൊന്നല്ല. അപ്പൊ അൽഹംദുലില്ലാ ഈ ഒരു വർഷം ഏകദേശം അൽഹംദുലില്ലാ ഈ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ പൂർത്തിയാവും. 25,000 റുപ്യ ഒരു കുട്ടീനെ തക്കാഫൂല, ഒരു കുട്ടി വളരൂല. എന്നാലോ ഏകദേശം അൽഹംദുലില്ലാ ആകും. പ്രീമിയം തക്കാഫുലൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ, എക്സൽ ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് പൈസ കൂടും. അൽഹംദുലില്ലാ അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലും അദ്ദേഹം ഇതിന് തുടക്കം കുറിക്കുമ്പോൾ ഒരുപാട് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കണ്ട് ആസ്വദിച്ച് മരിക്കാനും മരണത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ അൽഹംദുലില്ലാ ഈ ഫുളും ഈ ദർസും ഇവിടുത്തെ മറ്റു ഖിദമങ്ങളൊക്കെ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാ കാസിം മുസ്ലിയാലിക്ക് ഉസ്താദിന് ഇത് കൊണ്ടുപോകാനുള്ള എല്ലാ ഹിമ്മത്തും നീ കൊടുക്കണം റഹ്മാനെ, ഹിഫ്ള് കൊടുക്കണം റഹ്മാനെ. എല്ലാവിധ സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ്. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. ഈ നാട്ടുകാർക്കും അയൽവാസികൾക്കൊക്കെ ഗുണമുള്ള രൂപത്തിൽ അൽഹംദുലില്ലാ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവാൻ, ഒരുപാട് സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീഖുള്ള സ്ഥാപനമാക്കി നീ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ അപ്പൊ 15 തഖാഫുലായി അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ഇവിടെ ക്യാൻഡിങ്ങാ ഒരു ചാക്കരി, ഒറ്റ ചാക്കരി 2200 റുപ്യാണ് ഒരു ചാക്കരിക്ക്. ബിസ്മില്ലാ. ആരാണ് ഒരാൾ ഒരു ചാക്കരി തരാൻ പറ്റുന്നത്? 12ഉം 25 തരാൻ കഴിയാത്തൊരു അങ്ങനെ ഒരു ചാക്കരി. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. അത് ഇഫ്ളുക്ക് മാത്രമല്ല മുത്തഅല്ലിമീങ്ങൾക്കും കൊടുക്കൂട്ടോ. ഇഫ്ളുക്ക് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ സാധനം ഇഫ്ളുക്ക് മാത്രമല്ല, വകുപ്പ് മാറി ഒരു നിലക്ക് ഒരു കാര്യം ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ മദ്രസക്ക് ജനാലണ് തിരിച്ചാൽ ഞാൻ പറയും, പിന്നെ ജനാലയ്ക്ക് നമ്മളൊരു കണക്കച്ച് വാങ്ങിയതാണ്, അതിലേറെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ കെട്ടിടത്തും ഉണ്ടാവും. അത് സിമെന്റ് ആയിക്കാരം, ചിലപ്പോ കമ്പി ആയിക്കാരം, ചിലപ്പോ ലൈറ്റ് ആയിക്കാരം, ചിലപ്പോ ബൾബ് ആയിക്കാരം, ചിലപ്പോ എന്തെങ്കിലും ആയിക്കാരം. അപ്പൊ പ്രശ്നമില്ലല്ലോ, അത് ആളുകൾക്ക് പ്രശ്നമില്ല. അൽഹംദുലില്ലാ അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ ഒരു ചാക്കാരി അത് ഇഫ്ളിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളതാ, മുതഅല്ലിമീങ്ങൾക്കും ഉള്ളതാ ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ഒരു ചാക്കാരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഏതാ മാസം? ഇതിപ്പോ ദുൽഹിജ്ജ മാസം. മോനെ അനക്ക് ഈ മാസം കൊടുക്കാൻ കഴിയോ? മുഹറത്തേക്ക് ഇൻഷാ അല്ലാഹ് മുഹറത്തിൽ ഒരു ചാക്കരി മുഹറം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. പാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉമ്മല്ല, ഉമ്മണ്ട്. കുട്ടി പഠിക്കണ്ട് ഫൈസാന്റെ. അല്ലാഹ് ഞാൻ ആദ്യം ഹാഫിള് LLB നോക്കർ പറഞ്ഞു, അങ്ങനെ തന്നെ ആക്കട്ടെ. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പാപ്പിയമ്മയുണ്ടോ? ഒന്നാമത് പറഞ്ഞ ആള് അരി ഇല്ല ഇല്ല ഇല്ലാരെ എഴുതുന്ന ആള് ഇതൊക്കെ എല്ലാത്തിനും കാസുപോലെയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മൂന്നാക്കും എന്താ പണി? എന്താ ഉസ്താദുമാരെ ഇതൊക്കെ എഴുതണ്ട നിങ്ങള്. ദഅവത്ത് മൂല്യമരം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഒരു സഖാഫിയായി ഇറങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമൂഹത്തിനോട് 8 ലക്ഷം റുപ്യ ബാധ്യത ചുരുങ്ങിയ. ഒരു മാസത്തിൽ 8,000 റുപ്യ വെച്ചാണ് കൂട്ടിയോ തിന്ന കണക്ക്. അതിന് പണിയെടുക്കണം, അതിന് പണിയെടുക്കണം. ദർസിൽ ഇപ്പൊ ഈ മുതഅല്ലിമീങ്ങളൊക്കെ ഒക്കെ പറയാനുള്ളത്, ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഇത് നിർത്തിയാല് വാപ്പാര് എത്ര കൊല്ലം നിന്നോ ആ പൈസ തിരിച്ചാണ് കൊടുക്കണം, അപ്പോഴേ ഹലാലാവും. ഇവിടെ ഒരു കുട്ടി പഠിച്ച് 8ാം ക്ലാസ്സിക്ക് വന്ന് 8ഉം 9ഉം 10ഉം കഴിഞ്ഞപ്പോ ഇനി ഓൻ വരുന്നില്ല, ഓൻ പോകാറിനാൽ 3 കൊല്ലത്തെ പൈസ ഇവിടെ ഒരു മാസം 8,000 റുപ്യ വെച്ച് അടക്കണം. നിങ്ങൾക്ക് തന്ന ഭക്ഷണം, നിങ്ങൾക്ക് തന്ന വസ്ത്രം, നിങ്ങൾക്ക് തന്ന കറണ്ട്, നിങ്ങൾക്ക് തന്ന ശമ്പളം, അങ്ങനെ ഒക്കെ പടം കൂട്ടിയാൽ അപ്പോഴേ ഹലാലാവും. ഇപ്പൊ ചിലവരൊക്കെ ഇങ്ങനെ വരുന്നതാണ്, ഗൾഫിലൊക്കെ പോയിട്ട് ഞാൻ ആ പൈസ അടക്കാൻ വന്നാണ്.
അടക്കണം. അപ്പോഴേ ഹലാലാവുള്ളൂ. ഇങ്ങളെ ഇങ്ങളെയും സമൂഹം ഭക്ഷണം തന്നത് നമ്മൾ എന്തിനു വേണ്ടിയല്ല, നമ്മൾ ഗൾഫിൽ പോയിട്ട് ബൂഫിയിൽ കാണാൻ. അപ്പൊ ഞമ്മക്കൊരു പണിയുണ്ട്. ബൂഫി ദിക്കണിന് കുഴപ്പമൊന്നുമില്ല, നിന്ന് അൽഹംദുലില്ലാ അപ്പോഴും അവിടെ ദഅവത്ത് ചെയ്യാൻ പോലെ ഉണ്ട്. ദഅവത്ത് ചെയ്യാതിരിക്കുന്നതാണ്. ഞാനും കുറെ ഗൾഫിൽ നിന്നാളാ, അപ്പോൾ നമ്മൾ അവിടെ ദഅവത്ത് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ദഅവത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു കടലാസും മെന്നും ഇല്ലാത്ത ആളുകളൊന്നും ദഅവത്തിന് പറ്റില്ല. അപ്പൊ കടലാസും മെന്നും ഇപ്പൊ റെഡിയായി അൽഹംദുലില്ലാ. ഒരു വയലാണ് പറഞ്ഞെങ്കിൽ അണ്ട് റെഡിയാവും അങ്ങനെ അൽഹംദുലില്ലാ. അപ്പൊ മുഹറം സഫർക്കാരാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ജാക്കരി 2100 ആണെങ്കിൽ പറഞ്ഞോളി. അപ്പൊ നിർത്തും. ബിസ്മില്ലാ ഒരു 2200 രൂപ ചാക്ക് സഫർ മാസത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അരി അവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടോ? ആരുല്ലേ? 2200 രൂപ ഒരു ചാക്ക് അരി വരാൻ പറ്റൂല? അല്ലാഹ് എന്ത് ഓന്റെ പേരെന്തേനി? ഓന്റെ മർക്കസ് സ്കൂൾ ചാക്ക് അരി ഖാലിദ്. 2 ചാക്ക് സഫറിലും ഓന്റെ വക തന്നെയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ, കച്ചവടത്തിലൊക്കെ അല്ലാഹു വലിയ ഖൈർ കൊടുക്കട്ടെ. അപ്പൊ ഞാൻ റബീഉൽ അവലോ ബിസ്മില്ലാ റബീഉൽ അവൽ ദവസ്ഥാന വക. റബീഉൽ അവൽ റബീഉൽ ദവട ഉസ്താന വക. സഖാഫിയ അല്ലല്ല ആ മോൻ പഠിക്കുന്നുണ്ട്. ഉസ്താദിന്റെ പേരെന്ത് ഞങ്ങൾക്ക് അറിയൂലേ? റബീഉൽ അവൽ പറയുമ്പോ ഉസ്താദാണ്. ഷഫീഖ് ഉസ്താദ്. സജ്ജിൽ യാ ഹംദ്. ايش انت يا اخي والله سجل بسرعه ما فينا برتاني. ايه الحمد لله ربيع الاخر بسم الله الرحمن الرحيم. ارى ربيل മുത്തുനിയാജിക്ക് പതൊന്നും ഒരു വിശ്വാസം. റബീഉൽ ആഖിർ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ജമാദുൽ അവൽ അബ്ദുറഹ്മാൻ ഹാജി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ജമാദുൽ ആഖിർ അവിടെ അതാ നമ്മളെ എന്തേലും പേര് അബു യാസീൻ. അൽഹംദുലില്ലാ. അല്ലാഹ് റജബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാരിക് ലനാ ഫീ റജബിൻ. റജബിൽ എന്നാണ് കൊണ്ടുവരാ. ഞാൻ മാസം കണക്കായി പറഞ്ഞ ഇതിങ്ങനെ അന്തം വിട്ട് നിൽക്കൂല, അതുകൊണ്ട് മാസം കണക്ക് ഇവിടെ. അല്ലാഹ് അൽഹംദുലില്ലാ. ഹംസാജിക്ക് ഇപ്പോ റജബും ഷഅബാനും നടക്കൂലോ ഇപ്പത്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് റജബ് പറഞ്ഞത് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഷഅബാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ഷഅബാൻക്ക്? ആ മൂല്യർക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ഷഅബാനിൽ കൊടുക്കാൻ. എന്താ ഇപ്പൊ 2200 രൂപ ഒരു മൂല്യർക്കാൻ കൊടുത്താൽ പട്ടിണിയാവും? പട്ടിണിയായി ഞാൻ ഏറ്റെടുക്കും. പറഞ്ഞോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ഷഅബാൻ? അതില് ആരുല്ലേ? ബിസ്മില്ലാ ഷഅബാൻ. അല്ലാഹ് അതാ നമ്മളെ റാസുൽ ഖൈമ. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹ് ഷഅബാൻ അബൂബക്കർ. റമളാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ റമളാൻ? അതങ്ങനെ നമ്മളെ ഇഫ്ദുൽ ഉസ്താദ്, അതായത് കല്ലായി പള്ളിയിലെ ഉസ്താദ്. ഞങ്ങളിപ്പോ അവിടെ സോളാറൊക്കെ വെച്ചില്ലേ, ഉഷാറായി. ഞാൻ പിന്നെ എവിടെ ചെന്നാലും എന്തെങ്കിലും പണി എടുക്കണം, എന്നെങ്കിലേ കാര്യമുള്ളൂ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ സോളാർ വെക്കണം. സുബാജി സോളാർ വെക്കണം, എന്നെങ്കിലേ എ സി ഒരു ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. എ സി ഉണ്ടാവുമ്പോ ഇഖ്ലാസ് ഉണ്ടാണ്. ഇപ്പൊ എന്റെ പേരിൽ 25,000 രൂപ കറണ്ട് ബില്ലാണ്. ഇപ്പൊ സോളാർ വെച്ചപ്പോ ഈ മാസം ഇപ്പൊ ഇന്നലെ സുബൈക്ക കറണ്ട് ബില്ല് എടുക്കണമെന്ന് അതിലാകെ 72 രൂപയാണ്. ആകെ എന്റെ പൊരിയിൽ 72 വെറും 72 രൂപ. ഭക്ഷണം എ സിയിലല്ല പരിപാടി. ഇപ്പൊ നമ്മളെ മദ്രസയൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ 160 മദ്രസ എ സി. കുട്ടികൾക്ക് ഇന്നാളൊരു കുട്ടി 1-ന്ന് 2ക്ക് ചോദിച്ചപ്പോ ആ കുട്ടി 2ക്ക് കയറണില്ല, 2-ൽ എ സി ഇല്ല. കുട്ടി പറഞ്ഞ ഞാൻ 2ക്ക് കയറൂല ഉസ്താദെ, കയറണമെങ്കിൽ എ സി വേണം. നീ എന്ത് ചെയ്യാനാ? കുട്ടിനോട് പറഞ്ഞാൽ എനിക്ക് ഫുൾ A+ ചങ്ങായി കയറിപ്പോൻ കയറൂല. പിന്നെ അവസാനം ആ കുട്ടിന്റെ മൂത്താപ്പ ഇവരറിഞ്ഞപ്പോ മൂപ്പര് പൈസ ഉള്ള ആളെ കൊടുക്കാൻ തോഫീക്കുണ്ട്. മൂപ്പര് 2ാം ക്ലാസ് എ സി.
അപ്പൊ സദുറുസ്താ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നിലല്ലേ എ സി വെച്ചാൽ ഞാൻ രണ്ടിൽ വെച്ചിക്കണേ. ഞാൻ അപ്പൊ ദ്വാരുന്ന് പഠിച്ചവൻ ആ കുട്ടിന്റെ കട്ടക്കാലം പിടിച്ച സ്വഭാവം 10 വരെ തുടരുകയാണെങ്കിൽ ആ മദ്രസ മൊത്തം എ സി ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടി നൂല് വിളിച്ചണം. നിങ്ങളെ വാപ്പാർക്ക് തോന്നുന്ന ഒരു എ സി ഒക്കെ പുതിയ പ്ലേറ്റ് വേണം. വാങ്ങിയോ? പടച്ചോനായ റബ്ബേ, അതെ അത് നമ്മളെ വലത്തെ ഭാഗത്തുള്ള തങ്ങപ്പാപ്പാൻ ഏൽപ്പിച്ചണം പ്ലേറ്റ് വാങ്ങാം. കാരണം ഓലൊക്കെ ചികിത്സ ചെയ്യുമ്പോ 2 പേരുടെ വെച്ചാൽ മതി. എനിക്കറിയാം അൽഹംദുലില്ലാ. അതെ അപ്പൊ ഇൻഷാ അല്ലാഹ് ശവ്വാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാൻ ശവ്വാൽ അൽഹംദുലില്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശവ്വാൽ അവിടെ എന്നെ ഞങ്ങളെ മോന് പറഞ്ഞു പടച്ചോനായ അത് നെയ്ച്ചോറായിക്കോട്ടെ, അത് നെയ്ച്ചോറിന്റെ അരിയായിക്കോട്ടെ. അതല്ലേ മറ്റൊന്നും ഈ ചാക്കരിയായ കുട്ടികൾ ചാടിപ്പോ. അതെ അല്ലേ? അപ്പൊ അതിന് 3700 ജോക്കർ ഫസ്റ്റ് ക്വാളിറ്റി. അൽഹംദുലില്ലാ അതായിക്കോളും. അള്ളാഹു ബദരീങ്ങളെ വർക്കത്തുകൊണ്ട് നല്ല മക്കളെ കൊടുക്കട്ടെ. 12 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾ സംഭാവന വരുന്നപ്പോ ഇപ്പൊ 6 മാസം ഗർഭിണിയാ. അള്ളാഹു തആല റാഹത്തുള്ള പ്രസവം അള്ളാഹു കൊടുക്കട്ടെ. പടച്ചോ ഏതെങ്കിലും നേരത്തെ ആരെങ്കിലും ഒരു ദുആ അള്ളാഹു കബൂലാക്കിയാൽ റാഹത്താവൂല. നമ്മളല്ല ഈ മക്കളൊക്കെ ആമയാണ്. ഇവർക്ക് എന്ത് ഹിന്ദു മുസ്ലിം പോൽക്ക് പാകമുള്ള പ്രശ്നം പ്ലേറ്റില്ല, ആകെയുള്ള പ്രശ്നം പ്ലേറ്റാ. എ സി ഒന്നും ഓൽക്ക് പ്രശ്നമില്ല. ഓൽക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നല്ല ചൊറുക്കുള്ള ഒരു പ്ലേറ്റ് വേണം. അങ്ങനെ തന്നെയാണ് കുട്ടികൾ. അതെ വാങ്ങിയോ? എത്ര റുപ്യായി? അതിന് എത്ര റുപ്യായി? അത്രേ ഉള്ളൂ. അത് തങ്ങള് തങ്ങളെ കേട്ടോ. തങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അതപ്പോ വാങ്ങി അതെ ഇനി പ്രസിഡന്റിന് എന്തെങ്കിലും ചെയ്യണം എന്നില്ലാത്ത പള്ളേ. അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ശവ്വാല് ആരെപ്പായത്? ശവ്വാലായില്ല. ശവ്വാല് പറഞ്ഞു നമ്മൾ നെയ്ച്ചോറിനറിയാം. അതെ ദുൽഖഅദ് ബിസ്മില്ലാഹിർ റഹ്മാൻ. ശവ്വാല് നമുക്ക് സിയം വലിയുള്ളാഹിയുടെ ഉറൂസും ഒക്കെ പാടുന്ന നടത്താം. അപ്പൊ നമുക്ക് ഒരു നെയ്ച്ചോറൊക്കെ വെച്ച് അൽഹംദുലില്ലാ. ദുൽഖഅദ് മാസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11ാമത്തെ മാസമാണ് നിങ്ങൾ തരേണ്ടിയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരുണ്ടോ? അപ്പൊ നമ്മളെ അവിടെ വന്നല്ലോ. അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് ഖാസിമൂലരോ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. ദുൽഖഅദിൽ അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ശവ്വാലിൽ മകനും ദുൽഖഅദിൽ വാപ്പയും. ഇനിയിപ്പോ ഉമ്മന്റെ വക കൂടിയായ ഈ കൊല്ലള് ദുൽഹിജ്ജ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ പറയണേ. അങ്ങനെ ദുൽഹിജ്ജ അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് 10 കിലോ മുളക്. ആരാ ഒരു മുളക് നിയർ ബൈ 10 കിലോന് 1500 റുപ്യ അത്രയാവുള്ളൂ. ഇതായിരിക്കും ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 10 കിലോ മുളക് ഇൻഷാ അല്ലാഹ് മുഹറത്തേക്ക് തരാൻ പറ്റുന്നവരാരാ? ബിസ്മില്ലാഹിർ റഹ്മാൻ. 1500 രൂപ തരാൻ കഴിയാത്തൊന്നും പാടില്ല. ബിസ്മില്ലാ. ഒരാൾ പറഞ്ഞാണ് മുഹറത്തേക്ക് ഇൻഷാ അല്ലാഹ്. അതെ രക്ഷിതാക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഓൺലൈനിൽ ഉണ്ടാവുമല്ലോ അല്ലേ? കുട്ടികളെ രക്ഷിതാക്കന്മാർക്കൊക്കെ പറ്റും. ഓല് കരുതുന്നു ഇവിടെ തരാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല, അവനാണ്ട് കുട്ടികളെ വിളിച്ചിടത്ത് തന്നെ കൊടുക്കണം. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ? ഒരു 1500 റുപ്യ ഒരു ഉദ്ഘാടനം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓൺലൈൻ ആരും ഇല്ലല്ലേ? ഓൺലൈൻ ഒന്ന് മഴ ചെയ്തിട്ട് ആളുകൾ ഉറങ്ങാ. അല്ലാഹു അക്ബർ. ഇതൊക്കെ മുത്തങ്ങളെ കറാമത്താണ്. എന്റെ കറാമത്ത് ഞാൻ തന്നെ പറയാം.
നമ്മളെ പ്രസിഡന്റ് നമ്മളെ തങ്ങപ്പാപ്പാന്റെ വക അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് റാഹത്താണല്ലോ അൽഹംദുലില്ലാ. ഓർമ്മണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു തആല ഓലെ കുടുംബ ജീവിതത്തിലൊക്കെ അള്ളാഹു റാഹത്ത് നൽകട്ടെ. നല്ല വീട് അൽഹംദുലില്ലാ അവർക്കൊക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസത്തിനും സ്ഥാപനത്തിന്റെ പ്രയാസം പടച്ചവനെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണം അല്ലാഹ്. നീ സലാമത്ത് നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലത്തിനുള്ള മുളക് എന്ന് പറഞ്ഞാൽ 18,000 റുപ്യ. ഇനി അൽഹംദുലില്ലാ പഞ്ചസാര ഞാൻ വാങ്ങില്ല. ഷുഗർ പോൽക്കും പഞ്ചസാര ഇല്ലാതെ തന്നെ കുട്ടി നോക്കുക എന്നാ ലേസം ഉണ്ടായിക്കോട്ടെ. കുട്ടിക്കൊരു ഇടങ്ങേറ് അതുപോലൊക്കെ പഞ്ചസാര ഇടയ്ക്ക് ഓരോ തേൻമുട്ടായിയൊക്കെ വാങ്ങിക്കൊടുക്കും അല്ലേ. അൽഹംദുലില്ലാ പഞ്ചസാരക്ക് ഇപ്പോ പിന്നെ എത്ര വാങ്ങിയപ്പോ നമുക്ക് ഒരു മാസത്തില് 15 കിലോ 10 കിലോ എന്തൊക്കെയോ ഇവിടെ ആണോ ഒരു മാസത്തിന്? മറ്റോളുണ്ടല്ലോ മെമ്പറ ഓലിങ്ങനെ നോക്കുക. ഞമ്മളിപ്പോ മറ്റേ കടലാസിന് വെട്ടിയോ തക്കാഫില് ഓല് പഞ്ചസാരയിൽ ഓലാണെങ്കിൽ അപ്പോ ഒന്ന് കൂട്ടി നോക്കി 15 റുപ്യ ഒരു കൊല്ലത്തിൽ അല്ലേ? ഒരു കൊല്ലത്തിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ ഒരു അൽഫമിയത്തേന് ഒരു അൽഫ് സലാസമിയ 1300 റുപ്യ ബിസ്മില്ലാ ആരാ ഇൻഷാ അല്ലാഹ് ഒരു മുഹറത്തിൽ തരാൻ പറ്റുന്നത് 1300 റുപ്യ. ഇങ്ങനെ 15 ആള് പറഞ്ഞ അതിന്റെ ബുദ്ധിമുട്ടിനെ നീങ്ങും. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇടങ്ങേറൊന്നും കരുതണ്ട. അൽഹംദുലില്ലാ ഇപ്പൊ നോക്കി നിങ്ങൾ തങ്ങൾ ഓൽക്കൊന്നിപ്പോ ഓൽക്ക് പോലെ സ്ഥാപനത്തിന് ഇഷ്ടംപോലെ സംഗതിയുണ്ട്. ഈ പ്രസിഡന്റ് ആയോടത്തൊക്കെ പാടത്തിന് നിന്നാ പിന്നെ സ്ഥാപനം ഇവൽക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ അൽഹംദുലില്ലാ നടന്നു പോകും. അതൊക്കെ നമ്മൾ ദഅവത്തല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് 1300 റുപ്യ ഇൻഷാ അല്ലാഹ് മുഹറത്തിൽ ഇൻഷാ അല്ലാഹ് കുട്ടികൾക്ക് ചായക്ക് പഞ്ചസാര ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാ ചായപ്പൊടി മൊത്തം എന്റെ വക ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലത്തിന്. അത് ഞാൻ നിർത്തി ചായപ്പൊടി വേണ്ടേ പാലോ നമ്മള് കട്ടഞ്ഞ കുടിച്ചാൽ മതി. ഇനി പോലെ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് പാലൊക്കെ ഉണ്ടാവും. ജോസഫേട്ടനെ ഏൽപ്പിക്കാം. മുമ്പിനവിടെ ഉണ്ട് തോമസ് ഏട്ടനെ ഇവിടെ കുറേ ഉണ്ട്. ആരാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു വർഷത്തിന് 15,000 റുപ്യ വരും ഇൻഷാ അല്ലാഹ്. അതിലേക്ക് ഒരു 3,333 റുപ്യ പറയാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3,333 റുപ്യ ഇൻഷാ അല്ലാഹ് കൈവക്കിയ ഞങ്ങൾ. അതെ ആകെ ബുദ്ധിമുട്ടേക്കാൻ നമുക്ക് 1300 ചോദിച്ചാൽ ഒരു മാസം മുഹറത്ത് ഒരാൾ ഉദ്ഘാടനം ചെയ്താണ്. എന്റെ ബാക്കിൽ കുറെ മൂല്യന്മാരുണ്ട്. അതുപോലെ എല്ലാവർക്കും ഒരു 1300 റുപ്യ ഏറ്റെടുത്താൽ ആകണം. ഒരു സ്ഥാനം എന്ത് പറഞ്ഞേ ഉമേരി അതെന്നാ പറഞ്ഞ പെണ്ണട്ടിയില്ലേ എന്തൊരു ഉസാറില്ലാത്ത. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. അവരൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ്. ഈ 1300 റുപ്യ എന്ന് പറഞ്ഞാൽ 5,000 റുപ്യ മദ്രസന്ന് ശമ്പളം കിട്ടിയാൽ അത് തക്സീമാക്കിയാൽ മിയത്തേനും സ്വഭാവം. അപ്പൊ എത്ര ദിവസത്തെ കൊടുക്കണം നമ്മൾ കൂട്ടിയാൽ മതി. അങ്ങനെ കൂട്ടിയാൽ മതി. ഇനി ഉസ്താദുമാരുടെ ശമ്പളത്തിനാണെങ്കിൽ ഒരു ജിഹാദ് നടത്തണ്ടേ? ഇനി എങ്ങനെ ജിഹാദാണ് സദറാണെങ്കിൽ ഒരു ചെറിയ ഒരു നീളം ഉണ്ടാവും. അത്ര ഉണ്ടാവും. അതിനാണെങ്കിൽ ഹാജർപട്ടി 8 നന്നാക്കാനും അതിലൊരു മൂല്യം നന്നാക്കാത്തതുണ്ടാവും. ആ പണി കൂടി മുപ്പനെടുക്കും വേണ്ടി ഇൻഷാ അല്ലാഹ്. ഫാദിൽ ഉസ്താദിന്റെ വക അല്ല ഉമേർ ഉസ്താദിന്റെ വക അൽഹംദുലില്ലാ ഒരു മുഹറത്ത്. സഫറിലാരാ ബിസ്മില്ലാ സഫറിലാരാ ആരുണ്ടോ? 1300 ഉണ്ടോ ആരെങ്കിലും? ആരുമില്ലേ? എന്നാ നിർത്താം. നിങ്ങൾ ഇടങ്ങാറൊന്നും വേണ്ട. ഈ പഞ്ചസാരയും കൂടി ആയാല് ഒരു മട്ടാണല്ലോ. ബിസ്മില്ലാ അല്ലാഹ് ബാക്കിയുള്ള പഞ്ചസാര റാസൽ ഖൈമ തരാം. അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യണേ. ഇതൊക്കെ മർക്കസിൽ തന്നെ നിങ്ങൾ സഹായിക്കണം. ഇതൊക്കെ മർക്കസിൽ തന്നെയാണ് എത്തുന്നത്.
അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള എല്ലാ ദുആയിലും അഹ്ദലിയ മജ്ലിസിലൊക്കെ നിങ്ങൾക്കുള്ള ദുആയിലുണ്ടാവും. അല്ലാഹു തആല കബൂലാക്കട്ടെ. പടച്ചവനെ ഹജ്ജും ഉംറയും സഅയും തവാഫും സിയാറത്തുകളും ദുആകളും ഒക്കെ നീ കബൂലാക്കണം റഹ്മാനെ. ഇനിയും പോകാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അപ്പൊ അരിയുമായി, പഞ്ചസാരയുമായി, മല്ലിയായി, മുളകായി, ചായപ്പൊടിയായി. അല്ല മല്ലി ആയിട്ടില്ലല്ലേ? മല്ലി എത്ര വണ്ടി ഞങ്ങളിപ്പോ ഇത്രേ അസൂല് നാസിമൂലർക്ക് ഒന്നും കൊടുത്തു. 10 റുപ്യ ഒരു 10 അതും കൂടി ആയാലുണ്ടല്ല ഞാൻ നിർത്തും. അതന്നെ ഞാൻ ചെറിയ ദ്വാരുന്ന് നിർത്താം. ബിസ്മില്ലാ. ഒരു 1000 റുപ്യ വെച്ചൊരു 10 ആൾ ഒരാളെ ഉദ്ഘാടനം ചെയ്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനിയിപ്പോ നമ്മളെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്കും പറ്റും. എന്താ അമ്മമാനോട് ഒരു 1000 റുപ്യ വാങ്ങിയാ നമ്മളെ ദർസിൽ മല്ലി വാങ്ങാൻ ഒരു 1000 റുപ്യ ഞാൻ ഏറ്റി ഉമ്മച്ച് തരണം. ഇത്രയും കുട്ടികളെ ഭക്ഷണത്തിൽ അതൊക്കെ പെടല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെന്താ അവിടെ അതിന് ആളില്ലേ നിൽക്കാം. ആളില്ല, ഒക്കെ കാസിമൂല. ആരാ ഒരു 1000 റുപ്യ ഉദ്ഘാടനം ചെയ്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10 ആള് ആരുല്ലേ? ആ മൂലയ്ക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടല്ലേ? എന്നാ വേഗം കൈപോക്കി. ബിസ്മില്ലാ. 10 ആള് കൈപോക്കണം. അല്ലാ 1000 റുപ്യ തരാൻ കഴിയാത്തോല. അപ്പൊ നിങ്ങളന്മാരൊക്കെ മേമാറി മേം പറയ പൈസ. അപ്പോ ഒരു തക്കാഫുലായി 1000 റുപ്യ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആലയുടെ ഫ്രൂട്ട്സിന്റെ കച്ചവടമാണ്. അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് ഉസ്താദുമാർ ഈ വഴിയാത്രയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വീടാണ്. അതെ, അല്ലാഹുവിനും ഉപ്പക്കും ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കൊക്കെ അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ. 1000 ഞാൻ ഇൻഷാ അല്ലാഹ് 1000 പറയാം. വൈസ് പ്രസിഡന്റ് ഒരു 5 മാസം 2000 റുപ്യ. അപ്പൊ 2 1 3 ആയി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് വൈസ് പ്രസിഡന്റ് വക. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ ട്രഷറർ കൂടെ അതല്ല അബൂ സാബിത്ത് അൽഹംദുലില്ലാഹ് നിഷാദ് 1000 റുപ്യ. അപ്പൊ അൽഹംദുലില്ലാഹ് 4 മാസം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. 5-ാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉപ്പയുമ്മയുണ്ട്. അല്ലാഹു തആല ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അബൂ സാബിത്ത് ഇൻഷാ അല്ലാഹ്. ഇനി ആരാ 1000 തരാൻ? 5 ഇതുകൊണ്ട് ആയാൽ നിർത്താൻ കരുതിയിട്ടാണ്. ബിസ്മില്ലാ. ആരുല്ലേ? നിങ്ങളൊക്കെ നീച്ചുന്നപ്പോ ഇത് 1000 വരും. അണിയടിക്കുന്നുള്ളൂ. അതാ നമ്മള് ദൈവ പഠിക്കാൻ അല്ല പഠനം കഴിഞ്ഞ പഠിക്കുക. എവിടെ? അൽഹംദുലില്ലാഹ്. 1000 റുപ്യ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നല്ല തഅല്ലുമു തഅലീമിനും അതിന്റെ ഖിദ്മക്കും തൗഫീഖുള്ള മോനാക്കി നീ വളർത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ ആരെയും നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. 1000 6 വന്നില്ലല്ലേ? അല്ലാഹ് തായപ്പുറ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതെ അല്ലാഹു നല്ല ആഫിയത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി 1000 തരാം. ബിസ്മില്ലാ. ഇർഷാദി മോനടക്കം 6000. ഇതാരെന്ന് എഴുതണേ? നിങ്ങളെ മോനായി എന്താണ് ഈ മാനേജർ? എന്തൊക്കെ മടിച്ചാൻ പാടില്ല. നമ്മൾ അൽഹംദുലില്ലാഹ്. അതെ മാനേജർ പെണ്ണിട്ടില്ല. അതന്നെ. അപ്പൊ ഒരു 1000 വയ്യുണ്ട്, ദ്വാരക്കാനുള്ള വയ്യുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാഹ് പറഞ്ഞോട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 6 ആയി. 7 ആകണേ. നമ്മള് മാനേജർ ഉസ്താദിന്റെ സഖാഫിയ
അൽഹംദുലില്ലാ തൗഫീഖ് ഉണ്ടാകട്ടെ. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും അല്ലാഹു റാഹത്ത് നൽകി ഭാര്യയുടെ പ്രസവം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇപ്പൊ മനസ്സിലായി. അള്ളാഹ് വരി കൊന്നിനു മറ്റുള്ളൊക്കെ ഒന്നില്ലേ. തൗഫീഖ് പോലും നല്ല മക്കളാട്ടോ. ആ തൗഫീഖ് ഉസ്താദിന്റെ ശിഷ്യന്മാര് ഭയങ്കര നല്ല മക്കളാണ്. ഭയങ്കര സ്റ്റൗൽക്ക് നല്ല ഉസ്താദിനോടും ഉസ്താദിന് വേണ്ടിയും ഒക്കെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും കുറെ ആളുകളും ചെത്ത് വന്നീന്. അള്ളാഹുത്തലൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. ഉസ്താദിന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ല് സവാബ് നീ എത്തിക്കണം റഹ്മാനെ പടച്ചവനെ. ഇൻഷാ അല്ലാഹ് 7 പൊന്നാനിയിൽ നിന്നൊരു സഹോദരൻ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളാണ്. ഓൺലൈനിലൂടെ ഇപ്പൊ മത്സ്യമൊക്കെ പിടിക്കാൻ പ്രയാസമാണ്. അല്ലാഹു ആയിഷ ഇമ്പിച്ചി അല്ലേ, ഇമ്പിച്ചി ബീവി. മത്സ്യത്തിന്റെ പേരല്ല അത്, വെള്ളത്തിന്റെ പേരാണ്. ആ വെള്ളത്തിലെ ഒരുപോലെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നല്ല മീൻ കിട്ടിയാൽ നാളെ ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിനെ തന്നെ ഏറ്റെടുക്കും. ഇൻഷാ അല്ലാഹ് 25,000 രൂപ അല്ലേ. അല്ലാഹു കബൂലാക്കട്ടെ. 8 അൽഹംദുലില്ലാഹ് 9 ഇതിന് പേര് അതെ ഷഫീഖ് ഉസ്താദിന്റെ ഉമ്മ അല്ലേ, വാപ്പണ്ടല്ലോ. വാപ്പക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉമ്മക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് അരിയേറ്റുന്നുണ്ട്. കല്ലായിൽ എപ്പോഴും തന്നെ ആളുകളാണ്. അൽഹംദുലില്ലാഹ്. ഇനി അൽഫേ 2000 രൂപ വേണം. അൽഹംദുലില്ലാഹ് മുസ്തഫ ചേലക്കര ഈ നാട്ടുകാരനല്ലേ. ഓൺലൈനിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല മഞ്ഞളെണ്ണ ഉപ്പ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഹയാത്തിലുള്ള ഉമ്മക്ക് ആഫിയത്ത്. ഉമ്മിപ്പി മരിച്ചു. അല്ലാഹു തആല ഉപ്പക്ക് ഉമ്മക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഓലെ കച്ചവടത്തിലും ജോലിയിലൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. 11,000 രൂപ കടങ്ങളൊക്കെ അല്ലാഹു തആല അതിന്റെ ബർക്കത്തോട് നല്ലൊരു വഴി അല്ലാഹു തആല വീടാൻ അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ് മല്ലിയായി, മുളകുമായി, പഞ്ചസാര ഒക്കെ അരിയായി. ഇൻഷാ അല്ലാഹ് നെച്ചോറിന് ഒരു ആക്ക അരിയായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി മാണം ചായപ്പൊടി പഞ്ചസാര. അതെ ഞാൻ അങ്ങനെ എല്ലായിടത്തും ചായപ്പൊടി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാ തങ്ങന്മാരും ഈ വിഷയത്തിൽ എന്തായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബർക്കത്തുണ്ടെന്ന് എനിക്ക് തോന്നി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1 ഉം 10 നമ്മളെ എന്തിനു പേര് മുസ്തഫ അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് 2 അല്ലാഹു സലാമത്താക്കട്ടെ. ഒരു 10 തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആയിരുന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് പിരിയാം. നമ്മളെ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തരുന്നതിന്റെ മക്കൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ തരുന്നത് നിങ്ങൾ പഠിച്ചു ഉഷാറാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അത് നിങ്ങളടുത്തുള്ള കാര്യമാണ്. ഇവിടെ പ്ലേറ്റ് മുതൽ അൽഹംദുലില്ലാഹ് നെയ്ച്ചോറ് വരെ അൽഹംദുലില്ലാഹ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഓരോ വിഷയം. ബെഡ് മൊത്തം അൽഹംദുലില്ലാഹ്. പക്ഷെ നല്ല വൃത്തി നടക്കണം. ഡ്രസ്സൊന്നും അലക്കി കൊടുത്ത് അവിടെ തന്നെ കിടക്കരുത്. തൊപ്പി അവിടെ കിടക്കരുത്. ബനിയൻ അവിടെ കിടക്കരുത്. ഇതൊക്കെ ഇങ്ങനെ ചാടിക്കടന്ന് അതിന് അനാഥയായി കിടക്കരുത്. ആരെങ്കിലും തരുന്ന പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ വാപ്പിയമ്മ ഉണ്ടാക്കുന്ന പൈസയാണ്. 1000 രൂപയ്ക്ക് നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ വാപ്പ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ പണിയെടുത്താലാണ് 1000 രൂപ കിട്ടുക. ആ 1000 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് നമുക്ക് വാങ്ങി തന്നിട്ട് അതിന് നിലവാരമില്ലാതെ അത് അവിടെയും ഇവിടെയും കിടക്കുമ്പോൾ ശരിക്കും ഓർമ്മ വേണം. ഇൽമു പടയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരക്കാരാകുന്ന ആളുകൾക്കാണ് ഇൽമു പഠിയ. അപ്പോഴേ അള്ളാഹുവിന്റെ പ്രകാശം കിട്ടുള്ളൂ. അതുകൊണ്ട് അച്ചടക്കവും വൃത്തിയും ഒക്കെ ഉണ്ടാവണം. അൽഹംദുലില്ലാഹ് ഉസ്താദുമാര് പറയുന്നത് കേട്ട്, മാതാപിതാക്കൾ പറയുന്നത് കേട്ട് നല്ല മക്കളായി വളരണം. റോഡിന്റെ സൈഡിലാണ് നിങ്ങൾ ഉള്ളത്. ഒരു കാരണവശാലും റോട്ടിലേക്ക് എന്ത് ചെയ്യരുത്, ഇറങ്ങരുത്. അപകടങ്ങൾ വരും. റോഡിൽ വണ്ടി പോകുന്നതാണ്.
പ്രത്യേകിച്ച് മൂല്യമാര് എന്ന് പറഞ്ഞാൽ എല്ലാ ആചാര്യന്മാരോടും ഞാൻ പറയും, ഒരിക്കലും ലൈസൻസ് ഇല്ലാത്ത ഒരു മൂല്യർക്കും ബൈക്ക് കൊടുക്കരുത്. ഭക്ഷണത്തിന് പോയിട്ടുണ്ടാവും ഒരു ആചാര്യ പേര്, ഞാൻ മടവൂരൊന്ന് പോയി വരട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, വണ്ടി എടുക്കട്ടെ ആചാര്യ ഇല്ലേ, കാർ എടുക്കട്ടെ എന്ന്. ആയിക്കോട്ടെ, മടവൂർക്ക് വേണം എടുത്തു. ലൈസൻസ് ഉണ്ടോ എന്ന് അപ്പ ചോദിക്കണം, ഹെൽമെറ്റ് ഉണ്ടോ എന്ന് അപ്പ. ഇത് രണ്ടും ഇല്ലാത്ത ഒരൊറ്റ മൂല്യമാർക്കും ഒരു സാധനം. ഓൽക്കൊരു ലിമിറ്റും ഇല്ല, അങ്ങോട്ട് പോകാൻ സ്പീഡില് എത്രയാ പോകേണ്ടതെന്ന് അറിയില്ല. ഹൈവേ ഉദ്ഘാടനം ചെയ്തത് 3 മൂല്യന്മാരില്ല. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇത് പറയാൻ കാരണം, നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞു, ഒരാള് ആ ഹൈവേയിൽ അപകടം പറ്റിയ 3 ആളുകളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആള് എനിക്ക് വരുമ്പോ വിളിച്ചു. അതുകൊണ്ട് തങ്ങളിപ്പോ എന്തായാലും ഈ വിഷയം പറയണം. പറഞ്ഞ സംഗതി അങ്ങനെ തന്നെ പറഞ്ഞു, ആചാര്യന്മാരോട് തന്നെ പറയണം, നിങ്ങൾ കൊടുക്കരുത്. ഒരു കാരണം ഉസ്താദിനോട് ചോദിക്കാതെ ഒരു കാരണവശാലും ഒരു വണ്ടിയും ഒരു മുതാലിമിനും കൊടുക്കണം. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് സമ്മതം തന്നാ തന്നെ ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ഇങ്ങനത്തെ ആളുകൾ ഒരു വണ്ടിയും ചെയ്യരുത് കൊടുക്കുക. എന്താ ഞാൻ പറഞ്ഞു കേട്ടുണ്ടോ? കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ എളാപ്പാന്റെ വണ്ടി, മൂത്താപ്പാന്റെ വണ്ടി ആരും കൊടുക്കരുത്. അതെടുത്തില്ലേ, അതുകൊണ്ടാണല്ലോ RTO എന്ത് പറയണത്, കുട്ടികൾ ലൈസൻസ് ഇല്ലാത്ത കുറിച്ച വാപ്പ വന്നാലേ വിടുള്ളൂ. ഇതൊരു ശിക്ഷയായി വാപ്പക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഒരു കുട്ടിനെ പിടിച്ചിട്ട് അല്ലേ 35,000 റുപ്യ കെട്ടണം, 35 അല്ല, 35,000 റുപ്യ അല്ല, 1,00,000 പറയണം, അപ്പോഴേ ശരിയാവും. 1,00,000 റുപ്യ. ഇപ്പൊ ഹറമില് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഫോട്ടോ എടുത്ത 10,000 റിയാൽ ഫൈനാണ്. ഈ കുറി ഹജ്ജിന്റെ ഫോട്ടോ ആരും വന്നില്ലല്ലോ, മറ്റേ ഇമ്മ തവാഫ് ചെയ്യണതും മാളൂവി തവാഫ് ചെയ്യണോ ഒക്കെ ഫോട്ടോ പിടിച്ച പോലെ ഇക്കുറി ഒറ്റ ഫോട്ടോ അല്ലേ. കാരണം എന്താ, ഫോട്ടോ എടുത്ത 10,000 റിയാൽ അതില്ലേ. പിന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പൈസ ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കണം വേണം, കാരണം വാപ്പന്റെ വിസയും കഴിയും, അപ്പൊ കൊണ്ടേ കൊടുക്കും. അതുകൊണ്ട് ശക്തമായ നിയമങ്ങൾ തന്നെ വരണം, അപ്പോഴേ റെഡിയാവും. എത്ര ആളുകളാ മരിക്കണം, എത്ര ആളുകൾ രാത്രി, എത്ര ആളുകൾ സിയാറത്തിനൊക്കെ പോയിക്കോളി, പകല് പോയിക്കോളി. അത് തന്നെ ഉറപ്പിച്ചു വണ്ടി രാത്രി വിടുക, എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ അപകടത്തിൽ പോയി. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ശരിക്കത് ഖത്ലുൻ നഫ്സാണ്. നമ്മൾ സ്വന്തം നമ്മളെ ശരീരത്തിന് നമ്മൾ കൊല്ലാണ്, സിഗ്നൽ കട്ടില്ല. ചിലവർക്കൊക്കെ വലിയ രസമാണ് അതൊക്കെ പറയാൻ. ചിലർക്ക് പറയും, ഞാൻ പെണ്ണുങ്ങളൊന്നാണ് കൊടുത്തത്, പിടി കുത്തനെ ഇങ്ങനെ കട്ടഞ്ചാ അടിച്ച പോലെ ബിടായിടിച്ചാ പെണ്ണുങ്ങളൊന്നാണ് വെച്ചത്. വലിയ രസമല്ല അത്. സൗദി അറേബ്യയിൽ പോയിട്ടൊന്നും പറയും, സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിട്ട് പറയട്ടെ ആവർത്തനം. കാരണം സൗദിയിലെ പെണ്ണുങ്ങളാണ് പറയാ ഉദ്യാപ്പളിനോട് പുതിയണ്ണ ചോദിക്കും, മുഹമ്മദ് ഉല്ലാസ് വെള്ളം എടുത്താൽ നമ്മളോടെങ്ങാനും നമ്മളെ പെണ്ണുങ്ങൾ മുഹമ്മദ് വിളിച്ചാണ്ടാവും, ഉച്ചരിച്ചത് ഓർമ്മ ഉണ്ടാവും അല്ലേ, അത്ര ഓർമ്മ ഉണ്ടാവും. അപ്പൊ അത് പിന്നെ എത്തേണ്ടടുത്ത്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ മുതഅല്ലിമീങ്ങളോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് പോരുന്ന വഴിയിൽ ഒരാൾ വളരെ വിഷമം പറഞ്ഞ് ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇന്ന് ഓൺലൈനിൽ പറയണം, ഓനെ പിന്നെ കട്ട് ചെയ്യാം. റെഡിയല്ലേ ഇൻഷാ അല്ലാഹ്? അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരോടും പറയണം, ഒരു കാരണവശാലും ഒരു മനുഷ്യന്, അമ്മോനാണെങ്കിലും എളാപ്പിയാണെങ്കിലും ഭക്ഷണം കഴിച്ച വീട്ടിൽ പോയ ആളുകളാണെങ്കിലും ആരാണെങ്കിലും ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കരുത്. മുതഅല്ലിമീങ്ങളാകുന്ന ആളുകളും ഉസ്താദുമാരും ചോദിച്ചാൽ അത് ഉസ്താദിന്റെ സമ്മതം വാങ്ങിയതിന് ഉസ്താദിന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ആ വിഷയം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇൻഷാ അല്ലാഹ് ഈ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ ഉദ്ഘാടനത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോടൊക്കെ പറയാണ്. അല്ലാഹു തആല ഖൈർ നൽകട്ടെ.